ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമുക്കിടയിലുള്ള ഇഷ്ടവും സ്നേഹവും നിലനിൽക്കാൻ പാകത്തിൽ ഒരുപാട് ഉപദേശങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. നബിയും സഹാബത്തും റഹമാഉ ബൈനഹും അവർക്കിടയിൽ ഇഷ്ടവും അനുകമ്പയും നിലനിർത്താറുണ്ടായിരുന്നുവെന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. മുഅ്മിനീങ്ങൾ ഒരിക്കലും പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല, വെറുപ്പ് വെച്ച് പുലർത്താൻ പാടില്ല, പകയും അസൂയയും വെച്ച് പുലർത്താൻ പാടില്ല. നേരെ മറിച്ച് ഹൃദയവിശാലരായി സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരും സ്നേഹിക്കേണ്ടവരുമാണ്. ആ സ്നേഹം നിലനിർത്താനുള്ള ഒരുപാട് ഉപദേശങ്ങൾ റസൂൽ തന്നു. അതിലൊന്ന് പ്രായോഗികമായൊരു രീതി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് പരസ്പരം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിലനിർത്തുമ്പോൾ ഉള്ളിൽ സ്നേഹവും ഇഷ്ടവും നിലനിൽക്കും, വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറി നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരാൾ തൻ്റെ സഹോദരന്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവനിൽ നിയോഗിക്കപ്പെട്ട മലക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കട്ടെ എന്നും നിനക്ക് അതേമാതിരി ലഭിക്കട്ടെ എന്നും പറയാതിരിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ സഹോദരന് വേണ്ടി അവനെ അഭാവത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് പറയാൻ ആമീൻ വലക ബിമിസ്ൽ, നിനക്ക് ഉത്തരം ലഭിക്കട്ടെ നിന്റെ പ്രാർത്ഥനയ്ക്ക്, അതേപോലെ നീ പ്രാർത്ഥിച്ചത് അള്ളാഹു നിനക്കും നൽകട്ടെ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചില സഹാബത്തൊക്കെ അവർ കാണിച്ചിരുന്ന സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ഹദീസുകളിൽ കാണാം. അതെല്ലാം വായിക്കാനും പഠിക്കാനും തയ്യാറാവുക. പരസ്പരം ഇഷ്ടമുള്ളവരിൽ അള്ളാഹു നമ്മളെ നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും.